നിങ്ങളൊരു VC ഫണ്ടിങ് ഒക്കെ നോക്കുന്നുള്ള ഒരു ഓണ്ടർപ്രണർ ആണോ? നിങ്ങൾക്ക് VC ഫണ്ടിങ് വേണോ? ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാ. പക്ഷെ കൂടുതൽ പറയാനൊന്നുമില്ല. ആക്ച്വലി എന്തിനാണ് നിങ്ങൾ ഫണ്ട് എടുക്കുന്നത്? പല ആളുകളും ഫണ്ടിങ്ങിന് വേണ്ടി മാത്രമാണ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫണ്ടിങ് എടുക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ സക്സസ് മെഷർ ചെയ്യുന്ന ഒരു സാധനമല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഫണ്ട് എടുത്ത് എത്രത്തോളം സ്റ്റാർട്ടപ്പുകളോട് പൊട്ടിപ്പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഫണ്ട് എടുത്തു, പക്ഷേ അൾട്ടിമേറ്റ്ലി ആ സ്റ്റാർട്ടപ്പിന് സക്സസ് ആക്കുക എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഫെയിലായി. ആ സക്സസ് നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടില്ല. അതേ സമയത്ത് ഒരു രൂപ പോലും ഫണ്ടിങ് എടുക്കാതെ ഇപ്പോൾ നമുക്കറിയാം സെറോദയൊക്കെ പോലത്തെ കമ്പനീസ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്, സ്കെയിൽ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഫണ്ട് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതല്ലാതെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് സ്കെയിൽ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് സ്റ്റാർട്ടപ്സ് എന്ത് ചെയ്യും, VC ഫണ്ടിങ് വേണ്ട എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കുറഞ്ഞത് VCമാർ ഫണ്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല, സ്റ്റാർട്ടപ്സുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫണ്ടിങ്ങിന് പോകുന്നതും കുറഞ്ഞിട്ടുണ്ട്. പല സ്റ്റാർട്ടപ്സും ക്വിക്കായിട്ട് തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് സ്റ്റാർട്ടപ്സ് മാറി. അപ്പോൾ പഴയ പോലെ ഒരുപാട് ബേൺ ചെയ്തിട്ട് റൺ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് സിനാരിയോ ഒക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട്. അത് ആക്ച്വലി നല്ലൊരു മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യം എന്താവരുത്, ഫണ്ട് റൈസ് ചെയ്യലോ അല്ലെങ്കിൽ ഫണ്ടിങ് എടുക്കലോ മാത്രം ആവരുത്. ഓക്കെ.